ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് ജീവിക്കേണ്ട സ്ഥാനത്ത് ഒരുവൻ ആങ്കർ, കോപം ജ്വലിച്ചു, ഹേറ്റഡ്, വൈരാഗ്യം, ദേഷ്യം, എന്നിട്ട് അവൻ അത് കൊലപാതകത്തിൽ കലാശിക്കുവാനായിട്ട് ഇടയായി തീർന്നതും നമുക്ക് അറിയാം. അപ്പോ നമ്മുടെ ബന്ധങ്ങൾ സ്വീറ്റ് ആയിട്ടിരിക്കുവാൻ, മധുരകരമായിട്ടിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അത് സൗറാക്കി തീർക്കുവാൻ, ബിറ്ററാക്കി തീർക്കുവാൻ, കയ്പുള്ളതാക്കി തീർക്കുവാൻ സാത്താൻ നോക്കുന്നു എന്നുള്ളത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണുന്നു. പല ബന്ധങ്ങളും ദുർബലമായിട്ടിരിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം എത്ര സുദൃഢമാണോ അത്രത്തോളം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അന്യോന്യമുള്ള ബന്ധങ്ങളെ വളരെ ശക്തമായിട്ട് സൂക്ഷിപ്പാൻ, വളരെ മധുരകരമായിട്ട് സൂക്ഷിപ്പാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ചില വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹവും ഒരു എൻകറേജ്മെന്റുമായി തീരണമെന്നുള്ള പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിലുണ്ട്. എവിടെയെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ ഡിഫിക്കൽട്ട് റിലേഷൻഷിപ്പ് നമ്മൾ ഫേസ് ചെയ്യുന്നത്? വീട്ടിൽ അപ്പനും അമ്മയും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, കുഞ്ഞുങ്ങളുമായിട്ട് അന്യോന്യമുള്ള ബന്ധങ്ങളെ കൈപ്പുള്ളതാക്കി തീർക്കുവാൻ സാത്താൻ നോക്കുന്നുണ്ട്. സഭകളിൽ, നമ്മുടെ സഭകളിൽ അന്യോന്യം സഹോദരി സഹോദരന്മാർ തോളോട് തോൾ ചേർന്ന് നിന്ന് കർത്താവിന്റെ നല്ല ഭടന്മാരായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കർത്താവ് പ്ലാൻ ചെയ്യുമ്പോൾ അന്യോന്യമുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലെ ചില വ്യത്യാസങ്ങൾ കൊണ്ട് അവരുടെ ബന്ധത്തെ സ്ട്രെയിൻഡ് ആക്കി തീർക്കാൻ, വളരെ പൊട്ടിച്ചു കളയുവാനായിട്ട് സാത്താൻ നോക്കുന്നുണ്ട്. സ്കൂളിൽ ചെല്ലുമ്പോൾ ചില പിള്ളേർക്ക് ഇഷ്ടമല്ല, അവരുടെ പേരൻസ് ചില രീതിയിൽ ഇടപെടുന്നു, അന്യോന്യം ഡിസ്കറേജ് ചെയ്യുന്നു, പല പ്രശ്നങ്ങളുണ്ട്. ഓഫീസിൽ ചെല്ലുമ്പോഴോ ജോലി സ്ഥലങ്ങളിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു യാത്ര പോകുമ്പോൾ തന്നെ അടുത്തിരിക്കുന്ന ആളുമായിട്ട് തന്നെ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് കലാശിക്കുന്ന, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓടിക്കുന്ന, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിക്കാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല എല്ലാം തീർന്നു, ഇനി സ്വസ്ഥമായിട്ട് റിട്ടയർമെന്റ് ഹോമില് അല്ലെങ്കിൽ വീട്ടിൽ വിശ്രമിക്കാം എന്ന് പറയുമ്പോഴും അന്യോന്യമുള്ള റിലേഷൻഷിപ്പില് വളരെ പ്രയാസങ്ങള്, പ്രതികൂലങ്ങള് നേരിടുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ അതിന് എന്താണ് ഒരു രൂപരേഖ? ബന്ധങ്ങളിലെ പക്വതയിലേക്കുള്ള രൂപരേഖ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഞാൻ പറയട്ടെ, ഒരൊറ്റ വാക്ക് സൗർ പറയാണ്, ഇപ്പൊ നിർത്തിക്കോ സൗര, ഈ മെസ്സേജ് ഇപ്പൊ ഇവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അന്യോന്യമുള്ള ബന്ധങ്ങളെ സുദൃഢമാക്കി തീർക്കുവാൻ, സ്ട്രോങ് ആക്കി തീർക്കുവാൻ, സ്വീറ്റ് ആക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ടത് അന്നേരം പക്വത. മെച്യൂരിറ്റി റിസോൾവ്സ് സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ്. പക്വതയില്ലായ്മയാണ് അന്യോന്യ ബന്ധങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത്. നമുക്കറിയാം, പക്വത ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഒരു കേക്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുറിച്ചു കൊടുത്ത മിഠായിയുടെ സൈസിനനുസരിച്ച്, അല്ലെങ്കിൽ ആദ്യം കൊടുത്ത പീസ്, അവസാനം കൊടുത്ത പീസ്, ഇതിന്റെയൊക്കെ കണക്ക് പറഞ്ഞ് നമ്മൾ അന്യോന്യം കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുന്നുണ്ടോ? അതിന്റെ കാര്യം എന്താണ്? ഇമ്മെച്യൂരിറ്റിയാണ്. എന്നാൽ മെച്ചുവർ ആയി കഴിയുമ്പോൾ അവർ ആ കേക്കിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം, സ്ഥലത്തിനു വേണ്ടി, മുറിക്ക് വേണ്ടി, വീടിനു വേണ്ടി, സ്വത്തിനു വേണ്ടി എല്ലാം അന്യോന്യം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, സ്ട്രെയിൻ വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഇല്ലായ്മയാണ്. അതുകൊണ്ട് പക്വത എന്നൊരു വാക്ക് നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ. എങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ പക്വത നേടണം. പക്വത നേടുമ്പോൾ ഒരു റിലേഷൻഷിപ്പിന് കുറച്ചും കൂടെ ആഴവും അതിന് ബലവും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രാരംഭമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 6:1. എബ്രായ ലേഖനം 6:1 ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോ അത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ഹീബ്രൂസ് ചാപ്റ്റർ 6:1, ഗോ ഓൺ ടു മെച്യൂരിറ്റി. അപ്പോ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക എന്നുള്ളത് ഇംഗ്ലീഷിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഗോ ഓൺ ടു മെച്യൂരിറ്റി എന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പൊ പക്വത പ്രാപിക്കുക, അല്ലെങ്കിൽ പാകത പ്രാപിക്കുക, അല്ലെങ്കിൽ ഇരുത്തം വരിക. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇരുത്തം വരിക. നമുക്കറിയാമല്ലോ, പല കാര്യത്തിലും ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ ചിലർ ഭയങ്കര സ്പീഡിൽ പോകും, പെട്ടെന്ന് പോയി ഓവർടേക്ക് ചെയ്യും. അപ്പൊ പറയും, നിനക്കൊരു ഇരുത്തം വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഒരു ഇരുത്തം വരിക, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്വത, പാകത വരിക എന്നുള്ളതാണ് അന്യോന്യമുള്ള ബന്ധങ്ങളില് സുദൃഢമാക്കി തീർക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനം കാണിച്ചു തരുന്ന പോംവഴി, അല്ലെങ്കിൽ അതിനുള്ള പാത എന്ന് പറയുന്നത്. അതിന് എബ്രായ ലേഖനകാരൻ 6:1 പറയുകയാണ്, പരിജ്ഞാന പൂർത്തി നാം പ്രാപിക്കുക എന്നൊരു വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. പാത്ത് വേ ടു മെച്യൂരിറ്റി. എങ്ങനെയാണ് പക്വതയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്? അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊലോസ്യ ലേഖനം 1:28 വായിക്കാം. കൊലോസ്യ ലേഖനം
1:28. എങ്ങനെ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പക്വത പ്രാപിക്കാനായിട്ട് വഴി. പൗലോസ് കൊലോസിയിലുള്ള വിശ്വാസികൾ പക്വത പ്രാപിക്കാൻ എന്താണ് ചെയ്തത് എന്നുള്ളത് നോക്കിയാൽ നമുക്ക് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി ഒരു മനുഷ്യനെ നിർത്താൻ എന്താണ് ഒരു വഴി എന്നുള്ളത് നോക്കിയാൽ ഈ വാക്യം നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. കൊലോസ്യർ 1:28, കൊലോഷ്യൻസ് ചാപ്റ്റർ 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഞാൻ പറയട്ടെ, നാം ആരുമായിക്കൊള്ളണ്ടേ, നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ കളറോ നമ്മുടെ സാമ്പത്തിക നിലവാരമോ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുവാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, 2 കാര്യം അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പ്രൊക്ലെയിം ക്രൈസ്റ്റ്, ഗീവ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കൊടുക്കുക. കൊലോസ്യർ 1:27 നമ്മൾ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. അപ്പോ നാം നമ്മുടെ കുഞ്ഞുങ്ങളോടാകട്ടെ, സഭയിലുള്ള ശുശ്രൂഷകളിലാകട്ടെ, കർത്താവ് എത്ര മഹാനാണ്, കർത്താവ് എത്ര മഹത്വമുള്ളവനാണ്, കർത്താവ് എത്രയോ ശ്രേഷ്ഠനാണ്, ഉന്നതനാണ് എന്നുള്ള കാര്യം അവരെ കാണിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും? കർത്താവിനെ കാണുന്നതോടുകൂടെ, കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ പോലെ നമ്മൾ ആയിത്തീരുവാനിടയായിത്തീരും. ഈ സക്കായിയെ കുറിച്ച് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 19:3 ഇങ്ങനെ വായിക്കുന്നുണ്ട്. സക്കായിക്ക് കർത്താവിനെ ഒന്ന് കാണണം. അവിടെ പറയുന്നത് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടുപോരുക എന്നുള്ളതല്ല, ഇവൻ എങ്ങനെയുള്ളവനാണെന്ന് കാണുവാൻ ശ്രമിച്ചു. അവൻ കാട്ടത്തിയുടെ മുകളിൽ കയറി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യു ഷുഡ് പൊസിഷൻ യുവർ സെൽഫ് ടു ബിഹോൾഡ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കാണാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ നീ കയറിയിരിക്കണം. സക്കായി കുറിയവനായിരുന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തു? കാട്ടത്തിയിൽ കയറിയാണെങ്കിൽ എനിക്ക് കർത്താവ് എങ്ങനെയുള്ളവനെന്ന് അറിയണം, കാണണം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എങ്ങനെയുള്ളവനെന്ന് അറിയുവാൻ തുറക്കപ്പെട്ട തിരുവെഴുത്തിന്റെ മുൻപാകെ ഇരുന്നാൽ മതി. പൗലോസ് നമുക്ക് പറഞ്ഞു തരും, പത്രോസ് നമുക്ക് പറഞ്ഞു തരും, മർക്കോസ് നമുക്ക് പറഞ്ഞു തരും, ലൂക്കോസ് നമുക്ക് പറഞ്ഞു തരും. കർത്താവ് എങ്ങനെയുള്ളവനെന്നുള്ളത് പിതാവായ ദൈവം തന്റെ വചനത്തിൽ വരച്ചു കാണിച്ചിരിക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ എത്രത്തോളം നമ്മൾ കാണുന്നുവോ നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. ഇഫ് യു കീപ് ഓൺ ബിഹോൾഡിംഗ് ക്രൈസ്റ്റ് ഇൻ ദ സ്ക്രിപ്ചർ, you will become like Christ with all his communicable attributes. നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടേയിരുന്നാൽ ക്രിസ്തുവിനെ പോലെ ആകും. ക്രിസ്തുവിനെ പോലെ ആകും എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇൻ ഹിസ് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. അവനെ പോലെ ദൈവമാകുകയില്ല, അവന്റെ സർവശക്തി നമുക്ക് കിട്ടുകയില്ല, അതിന്റെ ആവശ്യം നമുക്ക് കിട്ടുകയില്ല. പക്ഷേ അവന്റെ കൃപ, അവന്റെ ഭാവം, അവന്റെ കരുണ, അവന്റെ സ്നേഹം, അവന്റെ പക്വത, ഇതെല്ലാം നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. എന്ന് പറഞ്ഞാൽ പകരപ്പെടുവാൻ കഴിയുന്ന കർത്താവിന്റെ എല്ലാ ഗുണലക്ഷണങ്ങളും കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ പകരുവാനായിട്ടുള്ള ക്രമീകരണം ദൈവം ചെയ്തിട്ടുണ്ട്. 2 കൊരിന്ത്യർ 3:18, ഞാൻ ആ വാക്യം എടുത്ത് വായിക്കുന്നില്ല. 2 കൊരിന്ത്യർ 3:18 നമ്മളോട് പറയുന്നത് എന്താണ്? കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി കർത്താവിന്റെ അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടും, കർത്താവിന്റെ ദാനമായിട്ട് രൂപാന്തരപ്പെടും. എന്ന് പറഞ്ഞാൽ ജോൺ ബനിയൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ബിഹോൾഡിങ് ഈസ് ബിക്കമിങ്. കർത്താവിനെ കണ്ടുകൊണ്ടിരുന്നാൽ കർത്താവിനെ പോലെയാകും. നമുക്കറിയില്ലേ, ഈ സിനിമ കാണുന്ന ആൾക്കാര് ആ നടന്മാരെ പോലെ അഭിനയിക്കാനും അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കാനൊക്കെ തുടങ്ങും. എപ്പോഴും കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവര് കാർട്ടൂണിലെ ആംഗ്യങ്ങളും കാർട്ടൂണിലെ ആക്ഷൻസും അവരുടെ പ്രൊനൗൺസിയേഷനും അവരുടേതായിട്ടുള്ള ആ രീതിയിലായിരിക്കും ഇടപെടുന്നത്. അത് സീരിയൽ ആകട്ടെ, ലോകത്തിലെ എന്ത് കാര്യമാകട്ടെ, നാം ഇടപെട്ട് കണ്ടും കേട്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ പോലെ നമ്മളാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദൈവവചനമായിട്ട് കൂടുതൽ ഇടപെട്ടാൽ കർത്താവിനെ പോലെയാകും, ക്രിസ്തുവിൽ തികഞ്ഞവരാകും, പക്വത പ്രാപിക്കും, ഇരുത്തം വരും. ആ ഇരുത്തം നമ്മുടെ അന്യോന്യ ബന്ധങ്ങളെ വളരെ സുദൃഢമാക്കി തീർക്കും എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കാം. രണ്ടാമത്തെ കാര്യം കൊലോസ്യലേഖനം 1:28 നിന്ന് കാണുന്നത് അഡ്മോണിഷ് എന്ന് പറഞ്ഞാൽ ഗിവ് വിസ്ഡം. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ? ഗിവ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കൊടുക്കുക. അവൻ വളരും, അവൻ തികഞ്ഞവനായി തീരുവാൻ പക്വത പ്രാപിക്കും, അവന്റെ ജീവിതത്തിൽ പാകത വരും. എന്നാൽ ഗിവ് വിസ്ഡം, ദൈവത്തിന്റെ വചനത്തിൻ്റെതായിട്ടുള്ള വിസ്ഡം, ജ്ഞാനം. എന്താണ് അതിന് ചെയ്യേണ്ടത്? ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അവരുടെ
പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് 19-ാം സങ്കീർത്തനത്തിൽ ദാവീദിന്റെ ഒരു വാക്ക് വരുന്നുണ്ട്. ദാവീദ് യഹോവയുടെ ന്യായപ്രമാണത്തിന്റെ ഔന്നിത്യം അത് പ്രാണനെ തണുപ്പിക്കുന്നു, അത് നമുക്ക് എന്തെല്ലാം ചെയ്തു തരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനാൽ അടിയനും പ്രബോധനം ലഭിക്കുന്നുവല്ലോ. ഒരു മണ്ടനാണെങ്കിലും ബുദ്ധിയില്ലെങ്കിലും അവന് ലാംഗ്വേജ് സ്കില്ലുകളില്ലെങ്കിലും എല്ലാം ദൈവത്തിന്റെ വചനം വായിച്ചാൽ ദൈവം അവനെ രൂപാന്തരപ്പെടുത്തും, ദൈവം അവളെ രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് ഏത് മനുഷ്യനും ആയിക്കോട്ടെ, ഏത് തുറയിലുള്ളവനും ആയിക്കോട്ടെ, അവനെ പ്രബോധിപ്പിക്കുക, ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുക. തിരുവഴുത്തിലെ ഉപദേശം അവനെ പക്വതയിലേക്ക് നടത്തും എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കാം. ഈ വചന ശുശ്രൂഷയുള്ള ബന്ധത്തില് 3 വേദഭാഗങ്ങൾ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലെറ്റ് us read 3 passages. 3 വേദഭാഗങ്ങൾ വായിക്കാം. അതിനുശേഷം ചില കുറിപ്പുകൾ അതിനോട് ചേർന്ന് പക്വതയോടുള്ള ബന്ധത്തിൽ നാം എടുക്കേണ്ട ചില തീരുമാനങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. കൊലോസ്യ ലേഖനം 3:12 മുതൽ നമുക്ക് വായിക്കാം. പ്രാരംഭമായിട്ട് കൊലോസ്യ ലേഖനം 3:12. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി, ആ വാക്കുകളൊന്ന് നോക്കിക്കേ. യേശുവിനെ രക്ഷകനും കർത്താവും നാഥനുമായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ വചനം വിളിക്കുമ്പോൾ കേക്ക് എന്നല്ല പറയുന്നത്, ദൈവത്തിന്റെ ആണ് നമ്മള്. മാത്രമല്ല വൃതന്മാരാണ്, ഗോഡ്സ് ഇലക്ട്, ദൈവം തെരഞ്ഞെടുത്തടിപ്പിച്ച മക്കളാണ്. മാത്രമല്ല വിശുദ്ധരാണ്. വിശുദ്ധരെന്ന് പറഞ്ഞാൽ സെയിൻസ്. അവരെ ദൈവം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മാത്രവുമല്ല അവർ പ്രിയരായി തീർന്നിരിക്കുകയാണ്. നാം ദൈവത്തോട് പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് ശത്രുക്കളായിട്ട് ജീവിച്ചു, ദൈവത്തോട് മനസ്സുകൊണ്ട് അകന്ന് ശത്രുക്കളായിട്ട് ജീവിച്ചു. എന്നാൽ ദൈവം തന്റെ പുത്രനിലൂടെ നമ്മളെ വൃതന്മാരാക്കി, വിശുദ്ധന്മാരാക്കി, തന്റെ പ്രിയരാക്കി. എന്നിട്ട് പറയാണ്, ഇങ്ങനെയുള്ളവര് എങ്ങനെ വേണമെന്നറിയാമോ? നിങ്ങൾ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. ഇതിന് വേറെ ഒരൊറ്റ വാക്കിൽ പറ സഹോദരൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിനെ ധരിച്ചുകൊണ്ട്. മനസ്സലിവിൽ ഏറ്റവും അപക്ഷയിൽ നിൽക്കുന്നത് ആരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് ദയാലു എന്ന് നാം ആസ്വദിച്ചിട്ടുണ്ടല്ലോ എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. ദീർഘക്ഷമയിൽ കർത്താവ് എത്രയോ അഗ്രഗണ്യനാണ്. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് വേണം വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായ ദൈവമക്കൾ ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുവാനായിട്ട്. അന്യോന്യ ബന്ധത്തിൽ ഈ മനസ്സലിവും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും എല്ലാം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പ്ലേ ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കാം. കൊലോസ്യർ 3:13 അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും അഗ്രഗണ്യനാരാ? കർത്താവാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 14-ാമത്തെ വാക്യം, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിക്കും. അപ്പൊ കർത്താവിനെ ധരിക്കണം, മനസ്സലിവ് ധരിക്കണം, ദയ ധരിക്കണം, ദീർഘക്ഷമ ധരിക്കണം, അന്യോന്യം പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം എന്നിട്ട് പറയും. ഇതെല്ലാം ധരിച്ചുകൊണ്ട് വേണം നാം ജീവിക്കുവാനായിട്ട്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. റോമാലേഖനം 12:17. റോമാലേഖനം 12, ഞാൻ പറഞ്ഞു 3 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാമെന്ന് പറഞ്ഞു. ഒരു വേദഭാഗം കൊലോസ്യ ലേഖനത്തിൽ നമ്മളിപ്പോൾ വായിച്ചു. റോമാലേഖനം 12:17. റോമാലേഖനം 12:17. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ ആ വാക്യം മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ നമുക്ക് മറ്റൊരു വേദഭാഗത്തേക്കും കൂടെ വരാം. തീത്തോസിന്റെ ലേഖനം, തീത്തോസ് 3:2. തീത്തോസിന്റെ എഴുതിയ ലേഖനം 3:2. ടൈറ്റസ് ചാപ്റ്റർ 3:2. ആരെ കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. മുൻപേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. How to press on to maturity in difficult
ഡിഫിക്കൽട്ട് റിലേഷൻഷിപ്പ്. അന്യോന്യമുള്ള ബന്ധങ്ങളിൽ നമുക്ക് എങ്ങനെ പക്വതയിലേക്ക് നടക്കാം? 3 വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ആ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മുറുകെ പിടിക്കുവാൻ പറ്റുന്ന ചില നിർണയങ്ങൾ, ചില നിശ്ചയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഒന്നാമത്തെ കുറിപ്പ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നെവർ റീപേ ഈവിൾ വിത്ത് ഈവിൾ. ഒരാള് എന്തു ദോഷം ചെയ്താലും ഞാൻ അവരോട് തിരിച്ചു ദോഷം ചെയ്യില്ല എന്ന് തീരുമാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ പിന്നെ എന്നെ അവരങ്ങ് ഉപദ്രവിച്ച് എന്നെ അങ്ങ് കീഴ്പ്പെടുത്തി എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കൂലേ എന്നാ മാനുഷിക ബുദ്ധിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, റീപേയിങ് ഈവിൾ വിത്ത് ഈവിൾ ഞാൻ ഒരിക്കലും ചെയ്യില്ല, ഞാൻ തിന്മയ്ക്ക് പകരം തിന്മ പകരം കൊടുക്കില്ലെന്ന് തീരുമാനിച്ച എല്ലാ ജീവിതങ്ങളെയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ദാവീദിന്റെയും ശൗലിന്റെയും ജീവിതം നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാം. ശൗൽ എത്രമാത്രം ദാവീദിനെ തകർക്കുവാനും കൊല്ലുവാനും നോക്കി അവൻ ഒരിക്കലും പ്രതികരിച്ച് തിരിച്ച് ഈവിൾ ചെയ്യുവാനായിട്ട് മുതിർന്നില്ല. തന്റെ കൈയുടെ മുൻപിൽ, തന്റെ കുന്തമനയ്ക്ക് മുൻപിൽ ശൗലിനെ കിട്ടിയിട്ടും ഞാൻ ദൈവത്തിന്റെ അഭിഷേകത്തിന് നേരെ കൈ ഉയർത്തുകയില്ല എന്നുള്ള നിർണയവും നിശ്ചയവും ദാവീദിന് കിട്ടിയത് എവിടെ നിന്നറിയോ? തിന്മയ്ക്ക് പകരം തിന്മ കൊടുക്കുന്ന സ്വഭാവം ദാവീദിന് ഉണ്ടായിരുന്നില്ല. അത് ദൈവത്തിൽ നിന്ന് പഠിച്ചതാണ്. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന റോമാലേഖനം 12:21 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ തിന്മയ്ക്ക് പകരം തിന്മ കൊടുക്കില്ലെന്ന് മാത്രവുമല്ല, ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, തിന്മയോക്ക് പകരം തിന്മ കൊടുക്കുമ്പോൾ നമ്മൾ തോറ്റു. തിന്മയോട് തോൽക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നന്മയാലാണ് തിന്മയെ ജയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഞാൻ പറയട്ടെ, ഒരു ഇരുട്ടുള്ള മുറി, ഇരുട്ടിനെ തോപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇരുട്ട് വെച്ച് ഇരുട്ടിനെ തോപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുട്ടിന് പിന്നെ അവിടെ നിൽക്കാനായിട്ട് പറ്റുകയില്ല. എന്ന് പറയുന്നത് പോലെ തിന്മയ്ക്ക് പകരം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കും. ഞാൻ തിന്മ ചെയ്യില്ല, തിന്മയ്ക്ക് പകരം തിന്മ കൊടുക്കില്ല എന്നുള്ള ഒരു നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അന്യോന്യ ബന്ധങ്ങളെ അത് സുദൃഢമാക്കി തീർക്കും. രണ്ടാമത്തെ കാര്യം, റെസ്പെക്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് ട്രൂ. സത്യമായത്, നീതിയായത് എന്താണെന്ന് നോക്കി യോഗ്യമായത് എന്താണോ അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ പണ്ട് മുതൽ ഇങ്ങനെയാണ്, എൻ്റെ ശീലം ഇങ്ങനെയാണ്, എന്നെ എൻ്റെ അപ്പനും അമ്മയും പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൾച്ചർ ഇങ്ങനെയാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റുകയില്ല. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് എന്താണെന്ന് നോക്കി ഞാൻ അതേ ചെയ്യുള്ളൂ. തിരുവെഴുത്തിന്റെ മുൻപിലുള്ള യോഗ്യത, തിരുവെഴുത്ത് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യത്തിന് അനുസരിച്ച്. ഇംഗ്ലീഷ് നോക്കിയാൽ റോമൻസ് ചാപ്റ്റർ 12:17 നമ്മൾ വായിക്കുന്നത്, ഗീവ് തോട്ട് ടു ഡു വാട്ട് ഈസ് ഓണറബിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഓൾ. അപ്പോ എന്താണ് സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് അത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളത് മുൻകരുതി സൂക്ഷിച്ച് ഇരുപ്പാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ റിയാക്ഷൻ വരും, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോവും, തെറ്റിപ്പോവും എന്ന് തോന്നലുണ്ടെങ്കിൽ നേരത്തെ തന്നെ കൂട്ടി നമ്മൾ തീരുമാനിക്കാനുണ്ട്, ഇന്ന സ്ഥലത്ത് ഏറ്റവും യോഗ്യമായത് എന്താണ്, ദൈവം അപ്രൂവ് ചെയ്യുന്നത് എന്താണ്, ദൈവത്തിന്റെ വചനം അപ്രൂവ് ചെയ്യുന്നത് എന്താണ്, അതേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു നിശ്ചയവും നിർണയവും നാം എടുക്കുവാനായിട്ട് ആവശ്യമുണ്ട്. മൂന്നാമത്തെ കുറിപ്പ്, ബി അറ്റ് പീസ്. ബി അറ്റ് പീസ് വിത്ത് എവ്രിബഡി. ഞാൻ പറയട്ടെ, ദൈവവുമായിട്ട് യേശുക്രിസ്തു മുഖാന്തരം നമുക്കൊരു സമാധാനം ലഭിച്ചു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. മാത്രവുമല്ല, നാം സുവിശേഷിക്കുന്ന സുവിശേഷത്തെ കുറിച്ച് പറയാണ്, സമാധാനത്തിന്റെ സുവിശേഷം. സമാധാനത്തിന്റെ സുവിശേഷം. നമ്മുടെ കർത്താവിന്റെ പേരെന്താണ്? സമാധാന പ്രഭു, പ്രിൻസ് ഓഫ് പീസ്. എന്നിട്ട് നമ്മള് മത്തായി സുവിശേഷത്തില് നമ്മള് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അപ്പോ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. മാത്രമല്ല, സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നുവെങ്കിൽ നമ്മൾ സമാധാനപ്രിയരായിരിക്കണം. എല്ലാവരോടും, ദൈവത്തോടും എല്ലാവരോടും സമാധാനമായിരിക്കാം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കഴിയുമെങ്കിൽ നിങ്ങളാൽ ആഗോളം എല്ലാവരോടും സമാധാനമായിരിക്കും എന്നാണ് നമ്മൾ റോമാലേഖനം 12 വായിക്കുന്നത്. ആ വാക്യത്തെ കുറിച്ച് ജോൺ ഗിർഡങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. കഴിയുമെങ്കിൽ നിങ്ങൾ കൊലപാതകം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല, കൊല ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിയുമെങ്കിൽ വ്യഭിചാരം ചെയ്യരുതെന്നല്ല, വ്യഭിചാരം ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ ഈ കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനമായിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കാരണം അത് ഒരാളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമല്ല. ഞാൻ പോയി ക്ഷമ പറഞ്ഞാലും മറ്റേ ആള് ക്ഷമ അംഗീകരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു
സമാധാന പ്രിയനല്ലെങ്കിൽ ഈ ഒരു സമാധാനം സ്ഥാപിച്ചെടുക്കുവാനായിട്ട് പറ്റില്ല. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് സമാധാനമായിട്ടിരിക്കും. ഞാൻ സമാധാന പ്രഭുവിന്റെ കുഞ്ഞാണ്, ഞാൻ സമാധാനത്തിന്റെ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ഞാൻ സുവിശേഷിക്കുന്ന സുവിശേഷം സമാധാന സുവിശേഷമാണ്, നിരപ്പിന്റെ വചനമാണ്. അതുകൊണ്ട് നിരപ്പായിട്ടിരിപ്പാൻ, റിക്കൺസൈൽഡ് ആയിട്ടിരിപ്പാനായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ്, ഐ വിൽ ഹംബിൾ മൈസെൽഫ്. ഞാൻ താഴ്മയോടുകൂടി ഇരിക്കും എന്നുള്ളൊരു നിർണയവും നിശ്ചയവും നാം തീരുമാനം എടുക്കുവാനായിട്ട് ആവശ്യമുണ്ട്. റോമാലേഖനം 12:18 നമ്മൾ കഴിയുമെങ്കിൽ നിങ്ങളാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ എന്ന് നമ്മൾ വായിക്കുന്നു. പിന്നെ 4-ാമത്തെ കുറിപ്പ്, നെവർ ടേക്ക് റിവെഞ്ച്. ഒരിക്കലും പ്രതികാരം ചെയ്യരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്ന് ആദ്യം നമ്മൾ വായിച്ചു. എന്നാൽ ചിലർ തിന്മയ്ക്ക് പകരം തിന്മയൊന്നും ചെയ്യുകയല്ല, ഇവനിട്ട് പണി കൊടുക്കണം, ഇത് ഞാൻ കാണിച്ചു തരാം, എനിക്ക് അവസരം കിട്ടട്ടെ എന്ന് പറഞ്ഞുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. പ്രതികാരം ചെയ്യുന്ന പരിപാടി ഒരു ദൈവവൈതലിന് പറ്റിയതല്ല. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? കർത്താവ് പറയാണ്, പ്രിയമുള്ളവരെ, ബിലോവഡ്, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോ ദൈവമായിട്ട് നമ്മള് നമ്മെ തന്നെ അവരോധിക്കരുത്. ഒരു കാര്യത്തിൽ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ഇതിനോട് ഇടപെടണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് കർത്താവായതുകൊണ്ട് ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കത്രേ നാം ചെയ്യേണ്ടത്. ഇതിന് ഞാൻ ടിറ്റ് ഫോർ ടാറ്റ് കൊടുത്തിട്ടുള്ളൂ. തെറിക്കുത്തരം മറുപത്തൽ എന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അവൻ അങ്ങനെ പറഞ്ഞു, എന്നാൽ ഞാൻ 2 കാണിച്ചു കൊടുക്കും. നമുക്കറിയാം, ഒരമ്മച്ചിയുടെ കഥയും പണ്ട് പലരും കേട്ടിട്ടുണ്ടാകും. അമ്മച്ചിക്ക് കുത്തുവാക്കിയുള്ള ബൈബിൾ ചോദിച്ച് ഒരു ബൈബിൾ വിൽക്കുന്ന കടയിൽ ചെന്നു. മോനെ, കുത്തുവാക്കിയുള്ള ബൈബിൾ ഉണ്ടോ? അയ്യോ, ഒത്തുവാക്കിയുള്ള ബൈബിളുണ്ട്, പക്ഷെ കുത്തുവാക്കിയുള്ള ബൈബിൾ ഇല്ലല്ലോ അമ്മച്ചി. എന്തിനാ? അവരുടെ എൻ്റെ മരുമോൾ എപ്പോഴും എന്നെ വാക്യം പറഞ്ഞു കുത്തും, അപ്പൊ അവളെ തിരിച്ചു കുത്താനായിട്ട് അതിന് പറ്റിയ വാക്യം എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ എന്തെങ്കിലും കൺകോർഡൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയട്ടെ, നാം ഒരിക്കലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും പ്രതികാരം ചെയ്യാൻ നിൽക്കരുത്. അത് കർത്താവിന്റെ കയ്യിൽ കൊടുത്താൽ, കർത്താവിനെ ഭരമേൽപ്പിച്ചാൽ കർത്താവ് അത് ഏറ്റവും യോഗ്യമായിട്ട് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ വളരെ ബലപ്പെടുത്തും. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. 5-ാമത്തെ കുറിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ദൈവവചനത്തിന് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ 5-ാമത്തെ കുറിപ്പ് ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, ട്രസ്റ്റ് ദ പ്രൊവിഡൻസ് ആൻഡ് പർപ്പസ് ഓഫ് ഗോഡ്. അന്യോന്യ ബന്ധങ്ങളിൽ ദൈവത്തിന്റെ കരുതലും മുൻകരുതലും ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശങ്ങളിലും നാം അമർന്നിരുന്ന് ആശ്രയിച്ചിരുന്ന് മിണ്ടാതിരിപ്പാനായിട്ട് ആവശ്യമുണ്ട്. താൻ ദൈവമെന്ന് ഓർത്തിരിപ്പാനായിട്ട് ആവശ്യമുണ്ട്. ഞാൻ എന്താ അങ്ങനെ പറയാനായിട്ട് കാരണം, അവിടെ പൗലോസും ബർണബാസും മർക്കോസും എന്ന് ഞാൻ പേരിട്ടിട്ടുണ്ട്. പോൾ, ബർണബാസ് ആൻഡ് മാർക്ക്. തിരുവെഴുത്തുമായിട്ട് ഇടപഴകിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം, പൗലോസ് വളരെ വയലന്റ് മാനായിരുന്നു. ശൗല് എന്ന് പറഞ്ഞ തസോസാന ശൗല് സഭയെ മുടിച്ചു പോകുന്നവനാണ്. എന്നാൽ യേശുക്രിസ്തു ആ ജീവിതത്തെ തൊട്ടത് മുഖാന്തരം രക്ഷിച്ചു കഴിഞ്ഞപ്പോ സഭയുടെ അടുക്കൽ വന്നപ്പോൾ, അല്ലെങ്കിൽ വിശ്വാസികളുടെ അടുക്കൽ വന്നപ്പോൾ അവരൊരിക്കലും ഈ ആളെ അംഗീകരിക്കുകയല്ല, പേടിയാണ്. അപ്പോ തന്നെ സഭയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ, ഇവൻ വാസ്തവമായിട്ട് കർത്താവിനെ കണ്ടു, കർത്താവ് ഇവനെ തൊട്ടു, ഇവൻ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്, ഇവൻ ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു എന്ന് വളരെ നിശ്ചയത്തോടും നിർണയത്തോടും കൂടെ പ്രസംഗിക്കുന്നവനാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി ഒരു പാലം പണിത് സഭയിലേക്ക്, ശുശ്രൂഷയിലേക്ക്, ദൈവമക്കളുടെ ഹൃദയങ്ങളിലേക്ക് പൗലോസിന് വേണ്ടിയിട്ട് വഴി തുറക്കുവാൻ ദൈവം ഉപയോഗിച്ച പാത്രമാണ് ബർണബാസ്, അല്ലേ? അതെ. എന്നാൽ ബർണബാസിന്റെ മച്ചുവനായ മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് ശുശ്രൂഷയ്ക്ക് പോയി പാതി വഴിയിൽ പംഫുലിയയിൽ എത്തിയപ്പോൾ എന്ത് പറ്റി? മർക്കോസ് അവരെ ഇട്ടേച്ചു പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെയും ഒരു ശുശ്രൂഷയ്ക്ക് പോകാൻ നേരത്ത് ബർണബാസ് എന്ത് പറഞ്ഞു? നമുക്ക് ഇനി മർക്കോസിനെ ഒന്ന് കൊണ്ടുപോകാം. പോലീസ് പറഞ്ഞു പറ്റിയല്ല. കലപ്പയ്ക്ക് കൈ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ കർത്താവിന് യോഗ്യനല്ല. അതവിടെ പറഞ്ഞിട്ടില്ല, അവൻ പറഞ്ഞതാണ്. പല ന്യായങ്ങൾ നിരത്തി അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് അവർ വേറൊരു ശുശ്രൂഷ തന്നെ കട്ട് ഓഫ് ചെയ്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇനി ഒരു ശുശ്രൂഷയും വേണ്ട. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു കൃപയോടുകൂടി അവർ ഇടപെട്ടിരുന്നുവെങ്കിൽ അങ്ങനെ അവർ വഴക്കൂടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പൗലോസിനോട് പറയാമായിരുന്നു, ഈ അവൻ പയ്യനല്ലേ, അവൻ ഒരു അവസരം കൂടെ കൊടുത്തു നോക്കാം. അപ്പൊ പറയുകയാണ്, ഇല്ല ഈ വേണ്ട എന്ന് പറയുമ്പോൾ ബർണബാസിന് പറയാമായിരുന്നു,
എന്നാൽ ഇപ്രാവശ്യം കൊണ്ടുപോകണ്ട, നമുക്ക് അവന്റെ ജീവിതം ഒന്ന് പരിശോധിക്കാം, അവനോട് ദൈവം ഇടപെടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞൊരു കൃപയോടുകൂടി ഒരു ഡിസഗ്രിമെന്റ്, ഗ്രേഷ്യസ് ഡിസഗ്രിമെന്റ് നടത്താമായിരുന്നു. എന്നാൽ അവരുടെ രണ്ടുപേരുടെയും ജഡം പൊങ്ങി നിന്നുകൊണ്ടായിരിക്കാം പൗലോസും ബർണബാസും തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു എന്ന് നമ്മൾ കാണുന്നത്. എന്നാൽ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്, ദൈവം, സാത്താൻ ചിലതൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ദൈവം അതിന് ഓവർ റൂൾ ചെയ്യും. അതൊരു ദൈവത്തിന്റെ കൺകറൻസ് ആൻഡ് പ്രൊവിഡൻസിന്റെ ഭാഗമാണ്. സാത്താൻ പലതും പ്ലാൻ ചെയ്യുമ്പോൾ അതിനെ ഓവർ റൂൾ ചെയ്യുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. ഈ മർക്കോസിനെ പൗലോസും ബർണബാസും കൊണ്ടുപോകും, അല്ലെങ്കിൽ പൗലോസിന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പത്രോസിന്റെ അടുക്കലിരുന്ന് ദൈവവചനം പഠിക്കുവാൻ, കർത്താവിൽ വളരുവാൻ, മുതിർന്നു വരുവാനായിട്ട് മർക്കോസിന് ഇടയായി തീർന്നപ്പോ എന്ത് പറ്റിയെന്നറിയാമോ? രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് റിസോൾവ് ചെയ്തു. നിങ്ങൾ ഓരോരുത്തരും ഫിലമോന്റെ ലേഖനം, കൊലോസ ലേഖനം ഒക്കെ നോക്കി കഴിഞ്ഞാല് 2 തിമോഥെയോസിന്റെ ഒടുവിലത്തെ അധ്യായം ഒക്കെ വന്നു കഴിഞ്ഞാൽ പൗലോസ് പറയാണ്, മർക്കോസിനെ എന്റെ അടുക്കലേക്ക് അയക്കണം, അവൻ എനിക്ക് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാണ്, അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു, അവനെ മാനിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് ആ റിലേഷൻഷിപ്പിനെ റിസോൾവ് ചെയ്തു, അതിനെ കൂടുതൽ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു. കർത്താവ് അതിന് മതിയായവനാണ്. നമ്മുടെ ഏത് ബന്ധവുമായിക്കോട്ടെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ടെങ്കിൽ, അത് കയ്പായി തീർന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് ഇതിലൊരു അങ്ങ് എന്തെങ്കിലും ചെയ്യണം, ഇതിനെ ഒന്ന് റിസോൾവ് ചെയ്യണം, ഇതിനെ ഒന്ന് റിക്കൺസൈൽ ചെയ്യണം, ഇതിനെ ഒന്ന് നിരപ്പിക്കണം, അതിന് എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ നിന്റെ സന്നിധിയിൽ താഴ്ന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഫിലേമോന്റെയും പൗലോസിന്റെയും ഒനേസിമോസിന്റെയും കഥ എന്നെ വളരെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഫിലേമോന്റെ അടുത്തുനിന്ന് ചില സാമാനങ്ങളും കട്ടെടുത്തുകൊണ്ട് ഈ അടിമയായിരിക്കുന്ന ഒനേസിമോസ് ചാടിപ്പോയി. അവൻ കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസിനെ കണ്ടുമുട്ടി. കർത്താവിന്റെ നിത്യനിർണയത്തിൽ സുവിശേഷ സത്യങ്ങൾ അറിഞ്ഞ ഒനേസിമോസ് യേശുവിനെ രക്ഷകനും കർത്താവും നാഥനുമായിട്ട് സ്വീകരിച്ചു. കർത്താവ് അവന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി. പ്രയോജനമില്ലാത്തവനായിരുന്ന ഒനേസിമോസിനെ പ്രയോജനമുള്ളവനാക്കി തീർത്തു. അത് കർത്താവ് ചെയ്ത വേലയാണ്. അപ്പോ പൗലോസ് ഇവനെ തിരിച്ചയക്കുമ്പോൾ, എഴുത്തൊക്കെ കൊടുത്തു വിടുമ്പോൾ, നിങ്ങൾ ഫിലേമോന്റെ ലേഖനം ഒറ്റ അധ്യായമല്ലേ ഉള്ളൂ, ഇന്ന് രാത്രി ഒന്ന് വായിച്ചു നോക്കണം. പൗലോസ് പറയാണ്, മർക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. അയ്യോ, ഞാനും മർക്കോസും തമ്മിലുള്ള ബന്ധം ഒരു പ്രാവശ്യം അറ്റുപോയതാണ്, പക്ഷെ കർത്താവ് അത് ഒരുമിപ്പിച്ചു, കർത്താവ് അത് റിസോൾവ് ചെയ്തു. അതുപോലെ തന്നെ നീയും ഒനേസിമോസും തമ്മിലുള്ള ബന്ധം അറ്റുപോയിട്ടുണ്ടെങ്കിലും ഈ ഒനേസിമോസ് പുതിയ ഒനേസിമോസ് ആണ്. പഴയ മനുഷ്യൻ മരിച്ചുപോയി, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. അതുകൊണ്ട് അടിമയ്ക്ക് മേലെ സഹോദരനായിട്ട് ഇവനെ കൈക്കൊള്ളണമെന്ന് പറഞ്ഞ് തിരിച്ച് പൗലോസിന്റെ എഴുത്തുമായിട്ട് ഫിലേമോന്റെ അടുത്ത് ചെല്ലുമ്പോ, ഫിലേമോൻ ആ എഴുത്ത് വായിക്കുമ്പോ എന്തായിരുന്നു കാണും? ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ബന്ധങ്ങൾക്ക് ശിഥിലം വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കരഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ, ദൈവസന്നിധിയിൽ ഞാൻ താഴ്ന്നാൽ, തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ബന്ധങ്ങളെ സുദൃഢമാക്കും. ദൈവത്തിന്റെ പ്രൊവിഡൻസ്, ദൈവത്തിന്റെ കരുതൽ അതിന്റെ മേലുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കാം. മറ്റൊരു കാര്യം, നമ്മുടെ ബന്ധങ്ങളെ അന്യോന്യം നല്ലതായിട്ട് സൂക്ഷിപ്പാനായിട്ട് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നെവർ സ്പീക്ക് ഈവിൾ ഓഫ് എനിബഡി. ഇൻ സം സിറ്റുവേഷൻ ബെസ്റ്റ് സ്പീച്ച് ഈസ് നോ സ്പീച്ച്. ചില സിറ്റുവേഷനിൽ, ചില സാഹചര്യത്തിൽ ചില ഒന്നും മിണ്ടാതിരിക്കുന്നത് തന്നെ പ്രശ്നങ്ങൾ ഒഴിവാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമുള്ളവരായിരിക്കണം. നമ്മള് യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. പറവാൻ താമസവും കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കണം. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എന്തെങ്കിലും കേൾക്കുന്നതല്ല, ഞാൻ എല്ലാവരും പറയുന്നത് എല്ലാം കേട്ടുകൊണ്ടിരിക്കും എന്ന് പറയുന്നതല്ല അവിടെ ആവശ്യം. ദൈവവചനം പൂർണ്ണ സൗമ്യതയോടുകൂടെ കൈക്കൊള്ളുവിൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞ കാര്യങ്ങളെ കേട്ട് അത് ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാക്ക് ചുരുക്കമായിരിക്കും. ലെറ്റ് യുവർ സ്പീച്ച് ബി സ്ലോ. അതുകൊണ്ട് നമുക്ക് ചില സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കാം. ഒരാളെ കുറിച്ച് നന്മ പറയാനുണ്ടെങ്കിൽ പറയാം, തിന്മയുണ്ടെങ്കിൽ അത് മിണ്ടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അത് നമുക്ക് പ്രത്യേകം ഓർക്കാം. നെവർ സ്പീക്ക് ഈവിൾ ഓഫ് എനിവൺ. ഇതിന് ദാവീദ് ഒരു വലിയ മാതൃക. ഇത് തന്നെ വളരെ സ്പർശിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ദാവീദ്, ശൗല്, യോനഥനും ദാവീദും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് വളരെ ഇഴുകിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. എന്നാൽ ശൗലിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും, ശൗല് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്
ദാവീദിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെ ഇവനെ ഒടുക്കി കളയണം? ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞ സമയം മുതൽ, കണ്ണുകടി തുടങ്ങിയ സമയം മുതൽ എന്റെ മകനായ യോനാഥാന് ഇവൻ ജീവനോടിരുന്നാൽ കിരീടം കിട്ടുകയില്ലെന്നുള്ള ചിന്തയെല്ലാം കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയും, ദൈവമാണ് യഥാർത്ഥ രാജാവ്, എന്നെ ഇവിടെ ഇരുത്തിയത് ദൈവമാണ്, ദൈവം തനിക്ക് ബോധിച്ചവരെ ഈ തന്റെ ശുശ്രൂഷയിലാക്കുന്നു എന്നുള്ള ബോധ്യമില്ലാതെ ശൗല് കാണിച്ച എല്ലാ കാര്യങ്ങളും തിരുവെഴുത്തിൽ നമുക്കറിയാം. എന്നാൽ ശൗല് മരിച്ചപ്പോ ദാവീദിന്റെ ആ വാക്കുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. എന്താണെന്നറിയാമോ? 2 ശമൂവേൽ 1:17. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും കുറിച്ചൊരു വിലാപ ഗീതം ചൊല്ലി. അത് അവിടെ തന്റെ സഹോദരന്മാരെ അത് ചൊല്ലാൻ പഠിപ്പിച്ചു എന്ന് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 2 സാമുവേൽ ചാപ്റ്റർ 1:17. 2 സാമുവേൽ ചാപ്റ്റർ 1:17. 2 ശമൂവേൽ 1:17. അനന്തരം ദാവീദ് യോനാഥാനെ കുറിച്ചൊരു വിലാപഗീതം ചൊല്ലി എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാം. പക്ഷെ ഇവിടെ പറയാണ് ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഒരു വിലാപഗീതം ചൊല്ലി. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചൊല്ലിയേനെ? എന്നെ കൊല്ലാൻ നോക്കിയവനെ കർത്താവ് തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ പറയാണ്, ഇസ്രായേലേ, നിന്റെ പ്രതാപമായവർ നിന്റെ ഗിരികളിൽ നിഹിതന്മാരായി വീരന്മാർ പട്ടുപോയത് എങ്ങനെ? യുവർ ഗ്ലോറി ദ മൈറ്റി വൺസ് എന്നൊക്കെയാണ് ശൗലിനെയും യോനാഥാനെയും കൂടെ ഒരുമിച്ച് ദാവീദ് പറയുന്നത്. ശൗലിനെ കുറിച്ചൊരു ദോഷം ദാവീദ് പറയുന്നില്ല. ദാവീദിന് എന്തെല്ലാം ദോഷം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനായിട്ട് ശൗല് കച്ചകെട്ടി ഇറങ്ങിയവനാണ്. എന്നാൽ അങ്ങനെയുള്ളവനെ കുറിച്ച് പറയാണ്, ഇസ്രായേലിന്റെ പ്രതാപമായവൻ, അവൻ വീരനായിരുന്നു എന്ന് ദാവീദ് പറയാണ്. ശൗലും യോനാഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്നു. അത് മാത്രമല്ല, അവർ കഴുകനിലും വേഗന്മാർ, സിംഹത്തിലും വീര്യവാന്മാർ എന്ന് പറയുമ്പോൾ ദാവീദ് തീരുമാനിച്ചു, ദോഷം പറയണ്ട, നല്ലത് മാത്രം പറഞ്ഞാൽ മതി. നമുക്കറിയാം, ചില ജീവിതങ്ങളിൽ ദോഷം പലതുണ്ടാകാം. നമ്മുടെ ഭാര്യയിൽ, ഭർത്താവിൽ, കുഞ്ഞുങ്ങളിൽ ഒക്കെ ദോഷമുണ്ടാകാം. ദോഷമുണ്ടെങ്കിൽ അത് കർത്താവിനോട് പറയുക, കർത്താവ് ഇതൊന്ന് മാറ്റിക്കൊടുക്കണം, ബലഹീനാണല്ലോ, അത് മാറ്റിക്കൊടുക്കണം. ഇത് പറയുവാനായിട്ടുള്ള താഴ്വ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ വളരെ ബലപ്പെടും, അന്യോന്യമുള്ള ബന്ധങ്ങൾ സുദൃഢമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമല്ല. അപ്പൊ നെവർ സ്പീക്ക് ഈവിൾ ഓഫ് എനിബഡി വെൻ യു ഡോണ്ട് നോ ദ ഡീറ്റെയിൽസ്, ബി സൈലന്റ്. ചില കാര്യങ്ങൾ അറിയില്ലാത്തപ്പോ എന്ത് ചെയ്യണം? നമ്മൾ മിണ്ടാതിരിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട്, പൗലോസും ബർന്നബാസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് വേർപിരിഞ്ഞു എന്ന് മാത്രം അവിടെ പറഞ്ഞിരിക്കുമ്പോ അതിൽ ആരായിരുന്നു ശരി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യുന്ന സഹോദരന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പൗലോസ് ചെയ്തതാണ് ശരി, അല്ല ബർന്നബാസ് പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് സഹോദരന്മാരിൽ നിന്ന് ഡിബേറ്റ് അടിക്കുക. When you don't know the when you do not know the details, when Bible is silent, you be silent. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, തിരുവെഴുത്ത് മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ കയറി മിണ്ടേണ്ട ആവശ്യം ഇല്ല. യു ബി സൈലന്റ് വെൻ ദ ബൈബിൾ ഈസ് സൈലന്റ്. തിരുവെഴുത്ത് നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടില്ലേ, ആരാ ശരി ആരാ തെറ്റ്, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു. നാം എഴുതാപ്പുറം വായിക്കാനായിട്ട് ഒരിക്കലും പോകരുത്. നെവർ സ്പീക്ക് ഈവിൾ ഓഫ് എനിബഡി. സൈലൻസ് സോൾവ്സ് ലോട്ട് ഓഫ് പ്രോബ്ലം. ഇത് നമ്മൾ എന്നും മനസ്സിലാക്കിയിരിക്കാനായിട്ട് ആവശ്യമുണ്ട്. 7ാമത്തെ കുറിപ്പ്, നമ്മുടെ ബന്ധങ്ങൾ അന്യോന്യം സുദൃഢമാക്കി വെക്കുവാനായിട്ട് ഓൾവേസ് ബി ജെന്റിൽ. അതെങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും? തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ആരെ കൊണ്ട് ദൂഷണം പറയരുത്, നെവർ സ്പീക്ക് ഈവിൾ. അതിൻ്റെ കൂടെ കലഹിക്കരുത്, ശാന്തന്മാരായി തീരണം. നമുക്കറിയാം, നമ്മളൊന്നും ശാന്തരല്ല. നമ്മളെ ഒന്ന് അഴിച്ചു വിട്ടാൽ നമ്മുടെ ജഡത്തിൽ നമ്മൾ ഒട്ടും ശാന്തതയുള്ളവരല്ല, നമ്മൾ കടിച്ചു കീറുന്നവരാണ്. എന്നാൽ കർത്താവ് വളരെ ശാന്തനാണ്. കർത്താവിനോട് കേട്ട് അവന്റെ മുഖമേറ്റ് അവനോട് പഠിക്കുന്നവരെ അവൻ ശാന്തന്മാരാക്കി തീർക്കും. അതിനാരെ എക്സാമ്പിൾ നമുക്കറിയാം, യോഹന്നാനെയും യാക്കോബിനെ കുറിച്ചും പറയുന്ന ഇടിമക്കൾ, സൺസ് ഓഫ് തണ്ടർ എന്ന് പറയുകയാണ്. പക്ഷെ കർത്താവിന്റെ കൂടെ കുറെ നാൾ ജീവിച്ചു കഴിഞ്ഞപ്പോ, കർത്താവിന്റെ മുഖമേറ്റ് കർത്താവിനോട് പഠിച്ചു കഴിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് യോഹന്നാനെ വിളിക്കുകയാണ് അപ്പോസ്റ്റൽ ഓഫ് ലവ്, സ്നേഹത്തിന്റെ അപ്പോസ്റ്റലൻ. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാനൊക്കെ വായിച്ച് എൻ്റെ പ്രിയ മക്കളെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെയൊക്കെ എന്ന് വിളിക്കുന്ന എന്ത് ടെൻഡറായിട്ട്. അപ്പൊ ഇടിവെട്ട ആള് അല്ലെങ്കിൽ തണ്ടർ, ഇടി കൊടുക്കുന്ന ആള്, നമുക്ക് ഇവന്മാരെ സൂപ്പാക്കാം, കത്തിക്കാം എന്ന് പറയുന്നവനെ കർത്താവിനോട് ചേർന്ന് ജീവിച്ചപ്പോ ശാന്തന്മാരാക്കി. നമ്മുടെ ജീവിതം ശാന്തതയുള്ളതാക്കി തീർക്കുവാൻ, സൗമ്യതയുള്ളതാക്കി തീർക്കുവാൻ കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ വെച്ചു കൊടുക്കണം. അനേക വർഷങ്ങൾക്ക് മുൻപ് ജോസ് മങ്കുടി സഹോദരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സുവിശേഷം പറയാനായിട്ട് കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു,
ഞങ്ങളുടെ ജീവിതം ഒരു കീറിപ്പറഞ്ഞ ജീവിതമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവിന്റെ കരങ്ങളിൽ ഈ ജീവിതം കൊടുത്തപ്പോ അവൻ ആ കീറിപ്പറഞ്ഞ ജീവിതത്തെ തുന്നി പിടിപ്പിച്ച് ഈ രൂപത്തിലാക്കി. നമുക്കും അത് പറയാനായിട്ട് ഇടയായി തീരണം. എൻ്റെ അനുസരണം കെട്ട ജീവിതം, എൻ്റെ ദോഷം നിറഞ്ഞ ജീവിതം, പാവം നിറഞ്ഞ ജീവിതം ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവും നാഥനുമായിട്ട് സ്വീകരിച്ചു. ഞാൻ എന്നെ തന്നെ കർത്താവിന് കൊടുത്തപ്പോൾ കർത്താവ് എന്നെ ശാന്തനാക്കി, പൂർണ്ണ സൗമ്യതയുള്ളവനാക്കി തീർത്തുന്ന സാക്ഷ്യം പറയുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. ഓൾവേസ് ബി ഹംബിൾ. സൗമ്യതയും താഴ്മയും എളിമയുള്ളവരായിട്ട് തീരുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇതിന് കർത്താവിൽ നിന്ന് കേട്ട് കർത്താവിനോട് പഠിച്ചാൽ കർത്താവിനെ പോലെ സൗമ്യനും താഴ്മയുള്ളവനും എളിമയുള്ളവനും ആക്കി നമ്മളെ ഓരോരുത്തരെയും കർത്താവ് തീർക്കും. തിരുവെഴുത്ത് ധ്യാനിച്ച് വായിച്ച് അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകും. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യണം. ആരെ കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാൻ അവരെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? മുൻപേ നാമും. നമ്മുടെ പണ്ടത്തെ അവസ്ഥ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഞാൻ വാസ്തവത്തിൽ ആരായിരുന്നു? ഞാൻ അനുസരണക്കേടിന്റെ മകനായിരുന്നു. വ്യക്തിബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവനായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണ്. ഞാൻ 17-ാമത്തെ വയസ്സിൽ 1993 തിരുവെഴുത്ത് കേൾക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഒരു ദൈവദാസനിലൂടെ, ടിറ്റോരീസ് എന്ന് പറയുന്ന ദൈവദാസനോട് ദൈവവചനം പങ്കുവച്ചപ്പോൾ ഞാൻ പാപിയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പാപത്തിന്റെ ഘോരത്വം എനിക്ക് മനസ്സിലായി. യേശു ക്രിസ്തുവിന്റെ രക്ഷകനും കർത്താവും നാഥനുമായിട്ട് ഞാൻ സ്വീകരിച്ചു. എന്നാൽ അതിനു മുൻപുള്ള എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മുൻപേ ഉള്ള എൻ്റെ അവസ്ഥ, എൻ്റെ അപ്പനെയും അമ്മയും എനിക്ക് തൃപ്തിയല്ലായിരുന്നു. എൻ്റെ പപ്പയും മമ്മിയും അറിയാവുന്ന ദൈവമക്കൾക്ക് അറിയാം. എത്രയോ കൃപയോടുകൂടിയ അപ്പനെ അമ്മയാണ് ദൈവം എനിക്ക് തന്നത്. എന്നാൽ ഞാൻ വിചാരിച്ചിരുന്ന എനിക്ക് കിട്ടിയത് അത്ര പോരാ. അങ്ങനെ ചിന്തിക്കുന്ന ചില ദൈവ മക്കളെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെങ്കിലും എന്നെ കേൾക്കുന്നു. എനിക്ക് ഈ പപ്പയും മമ്മിയും അല്ലാതെ വേറൊരു പപ്പയും മമ്മിയും ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. എന്നാൽ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നു, എൻ്റെ പാപത്തിനെ കുറിച്ചുള്ള ബോധ്യം നൽകി, എനിക്ക് പുതിയൊരു ഹൃദയം നൽകി, പുതിയൊരു കാഴ്ചപ്പാട് നൽകി. തിരുവെഴുത്തിന്റെ സ്വാധീനത്തിൽ ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും നോക്കുമ്പോൾ, കർത്താവെ, ഇവരെ തന്നെ എനിക്ക് തന്നല്ലോ, അതിനായിട്ട് സ്തോത്രം എന്ന് പറയുവാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി തരും. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി, ഭാര്യയെ ഭർത്താവിനെ നോക്കി, ഇവരെ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറയുവാനായിട്ട് നമുക്ക് ഇടയായി തരണം. അതിനുള്ള താഴെ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മുൻപേ ഞാൻ ആരായിരുന്നു? ഞാനും ബുദ്ധികെട്ടവനും അനുസരണമില്ലാത്തവനും വഴിതെറ്റി നടക്കുന്നവനും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും ഞാൻ അധീനനായിരുന്നല്ലോ, ഈർഷ്യയും അസൂയയും ഉള്ളവനായിരുന്നല്ലോ എന്നുള്ള ആ അനുഭവം മനസ്സിലാക്കുമ്പോൾ, ഞാൻ അന്യോന്യം പകയ്ക്കുന്നവനായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ വളരെ താഴ്മ, ഞാൻ അങ്ങനെ ഉള്ളവരെ നോക്കി കരുണയോടെ ഇടപെടുവാൻ ആവശ്യമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. ഞാൻ പറയട്ടെ, നമ്മുടെ അന്യോന്യമുള്ള ബന്ധങ്ങളെ സുദൃഢമാക്കി തീർക്കുവാൻ, സ്ട്രോങ് ആക്കി തീർക്കുവാൻ നാം ഇനിയും വളരുവാനായിട്ട് ആവശ്യമുണ്ട്. നാം മെച്യൂരിറ്റിയിൽ നിന്ന് മെച്യൂരിറ്റിയിലേക്ക് എത്തുവാനായിട്ട് ആവശ്യമുണ്ട്. ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1 ശമൂവേൽ 1:2. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. പോളിഗമി അത് ശരിയല്ല. 2 ഭാര്യമാരെ എടുത്തത് തന്നെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം അതിന്റെ തെറ്റും ശരിയും ഡീറ്റെയിലും നമുക്ക് പറഞ്ഞു തരുന്നില്ല. എങ്ങനെ എൽക്കാന ആ നിലയിൽ എത്തി എന്നുള്ളത് നമുക്കറിയില്ല. ദൈവത്തെ ആരാധിക്കുന്ന എൽക്കാന ആ ഒരു കുടുക്കിൽ വന്ന് എത്തിയത് എങ്ങനെയാന്ന് നമുക്കറിയില്ല. പക്ഷെ സാത്താൻ പ്ലാൻ ചെയ്തതായിരിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ ദൈവം അത് അനുവദിച്ചു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റൊരാൾക്ക് പെനിന്ന എന്നും പേർ. പെനിനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ ഹന്നയുടെ ഗർഭപാത്രം അടച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്കില്ലാത്തതൊന്നും യാദൃശ്ചികമല്ല. It is not by accident that we do not have certain things. നമുക്ക് ഇല്ലാത്ത ചില കാര്യങ്ങൾ, ചിലപ്പോൾ സൗന്ദര്യമായിരിക്കും, ചിലപ്പോൾ പൊക്കമായിരിക്കാം, ചിലപ്പോൾ പണമായിരിക്കാം, ചിലപ്പോൾ XYZ പല കാര്യങ്ങളായിരിക്കാം. ഇല്ലാത്തതൊന്നും ബൈ ആക്സിഡന്റ് അല്ല. ഇറ്റ് ഈസ് ഓർഡൈൻഡ് ബൈ ഗോഡ്. ദൈവം അത് നമുക്ക് തരാത്തതാണ്. പ്രസാദ് ബ്രദർ മുള്ളിരിങ്ങാട് വേല ചെയ്യുന്ന പ്രസാദ് ബ്രദർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ താതൻ എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കില്ലാത്തതൊന്നും എനിക്ക് ആവശ്യമുള്ളതല്ലെന്ന് അവൻ അറിഞ്ഞു. അവൻ കണ്ടിട്ടാണ് എനിക്ക് തരാത്തത്. എന്നാൽ എനിക്ക് ആവശ്യമുള്ളതെന്ന് അറിയുന്ന ഒരു നന്മയും അവൻ മുടക്കുകയില്ലെന്ന് ആ ദൈവദാസൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇല്ലായ്മ, എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു ഭാര്യ, നല്ലൊരു ഭർത്താവ്, നല്ലൊരു സഭ, നല്ല കുറച്ച് സൗരന്മാര് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുവാനായിട്ടില്ല. ദൈവമാണ് നമ്മളെ
ഈ സ്ഥലത്താക്കിയിരിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച ബന്ധങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് കയറി പറഞ്ഞോട്ടെ. ദാനിയേലിനെയും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കർത്താവിൽ വളർത്തിയെടുക്കുവാൻ നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു ഘോര രാജാവിന്റെ രാജ്യത്ത് അവന്റെ രാജകൊട്ടാരത്തോട് ബന്ധപ്പെട്ട് അവന്റെ ഉരുക്കുമുഷ്ടിയുടെ കീഴിൽ ഇരുന്നാലേ ഇവരെ ഈ നിലയിൽ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടും ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരാക്കി തീർക്കുവാനായിട്ട് പറ്റുള്ളൂ എന്ന് ദൈവം കണ്ടതുകൊണ്ടാണ് നെബൂഖദ്നേസറിനെ അന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോ പ്രവാസത്തിലേക്ക് ഇവരെയും കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നത്. നമുക്കറിയാം നയമാൻ കുഷ്ഠരോഗിയായി തീർന്നു. എന്നാൽ അവന് ഒരു പ്രവാചകനെ കുറിച്ചുള്ള അറിവ് കൊടുത്തൊരു ബാല്യക്കാരിയാണ്, ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോയതാണ്. ആ കുഞ്ഞിനെ തന്റെ രാജ്യത്തുനിന്ന് അടിമയായിട്ട് പിടിച്ചോണ്ട് പോകുമ്പോൾ ആ കുഞ്ഞിന് എന്ത് വിഷമം ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഈ കുഷ്ഠരോഗിയായ നയമാനോട് അല്ലെങ്കിൽ ആ യജമാനത്തിയോട് പറയുകയാണ്, എൻ്റെ രാജ്യത്ത് ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവിടെ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് ഏത് കുഷ്ഠവും മാറ്റുവാൻ പറ്റുമെന്നുള്ള വിവരം സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി അവളെ അവിടെ ആക്കി. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ബന്ധങ്ങളും കർത്താവ് അനുവദിച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കൂടെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയും, ഓ പെനിന്ന അനുഗ്രഹിക്കപ്പെട്ടവൾ, ഹന്ന നിർഭാഗ്യവാൻ എന്ന് പറയും. എന്നാൽ നമുക്കറിയാം, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിന് അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അപ്പൊ പെനിന്നെ എപ്പോഴും ഹന്നെ വ്യസനിപ്പിച്ചുകൊണ്ട് വരുന്നു, മുഷിപ്പിച്ചുകൊണ്ട് വരുന്നു. പക്ഷേ ഹന്ന തിരിച്ചും നന്നായിട്ട് മുഷിപ്പിച്ചു, തിരിച്ചു നന്നായിട്ട് പറഞ്ഞു. അവളോട് കുറെ ചീത്ത പറഞ്ഞ് അവളെ ഒതുക്കിയെന്നല്ല ദൈവമെടുത്ത് പറയുന്നത്. അവൾ എന്ത് ചെയ്തു? 1 ശമൂവേൽ 1:10 അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. പെനിന്നയോടൊന്നും പറയാൻ നിന്നില്ല, കർത്താവിനോടെല്ലാം പറയുവാനായിട്ട് ഇടയായിരുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബന്ധം നമുക്ക് വിഷമമുള്ളത്, ദുഃഖമുള്ളത്, നെടുവീർപ്പുള്ളതുണ്ടോ, അത് ദൈവസന്നിധിയിൽ വെച്ച് കരയുക. ദൈവം നമ്മുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും, നമ്മുടെ ബന്ധങ്ങൾക്ക് ആഴം നൽകും. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇഴയടുപ്പം, നമ്മുടെ അന്യോന്യ ബന്ധങ്ങളിലൊരു ഇഴയടുപ്പം തിരുവെഴുത്തിലൂടെ ദൈവം നമുക്ക് നൽകും, പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകും. അതുകൊണ്ട് പക്വത പ്രാപിപ്പാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. ക്രിസ്തു എന്ന തലയോളം നമുക്ക് വളരാം. ക്രൈസ്റ്റ് ലൈക്ക്നെസ്, ക്രിസ്തുവിനെ പോലെ ആകുവാൻ നമുക്ക് ഉത്സാഹിക്കാം. നമ്മുടെ ജീവിതത്തിലെ ചില സ്വഭാവങ്ങൾ അത് നമ്മുടെ ഒരു റെയർ വ്യൂ മിററിൽ മാത്രമേ കാണാനായിട്ട് ഇടയാകുവാനായിട്ട് പറയും. മുൻപ് ഞാൻ അങ്ങനെയായിരുന്നു, പക്ഷെ ഞാൻ ഇങ്ങനെ അല്ല. ഈ വർഷത്തിൽ അന്യോന്യമുള്ള ബന്ധങ്ങളെ സുദൃഢമാക്കുവാൻ, ഞാൻ ക്രിസ്തുവിൽ തികഞ്ഞവനായി തീരുവാൻ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു, തിരുവെഴുത്തിന്റെ പഠനത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് നാം പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏത് ദേവദാസനെ ഇത് പറഞ്ഞെന്നറിയില്ല, പക്ഷെ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗോഡ് പിച്ചസ് ഹിസ് ടെന്റ് ഓഫ് ഗ്രേറ്റ്നെസ് ഇൻ ദ ഗ്രൗണ്ട് ഓഫ് വീക്ക്നെസ്. ദൈവം തൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമുള്ള തൻ്റെ ബലം അവൻ സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ അവൻ അതിന്റെ കുറ്റി അടിക്കുന്നത് വളരെ ബലഹീന പാത്രത്തിലാണ്. ഞാൻ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ശക്തനായിരിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞു. 2 കൊരിന്ത്യർ 12 നമ്മൾ വായിക്കും, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നമ്മുടെ അന്യോന്യമുള്ള ബന്ധങ്ങളിൽ നാം ബലഹീനരാണോ, നാം ആ ബലഹീനത സമ്മതിച്ചാൽ മതി. ഗോഡ് വിൽ പിച്ച് ഹിസ് ടെന്റ് ഓഫ് ഗ്രേറ്റ്നെസ്, തൻ്റെ വലുപ്പമുള്ള കൂടാരം താൻ നമ്മുടെ ജീവിതത്തിന്റെ മേൽ, ഹൃദയത്തിന്റെ മേൽ അയക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ വ്യത്യാസപ്പെടും. അതിനു വേണ്ടിയിട്ട് സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നിലയിൽ വചനം സൂക്ഷിക്കുവാനായിട്ട് ദൈവം നൽകിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലുള്ള അസംബ്ലിയോടുള്ള ബന്ധത്തിൽ വളരെ മധുര സ്മരണകൾ എനിക്കുണ്ട്. ഫാമിലി മീറ്റിനുള്ള ബന്ധത്തിൽ അവിടെ വരുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ അനേക നാളുകൾക്ക് മുൻപ് കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒരു പ്രാവശ്യം കൂടെ, പ്രത്യേകിച്ചും ഈ 2021 തുടക്കത്തിൽ ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളോട് ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ദൈവം നൽകിയ അവസരത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവരോട് നന്ദി പറയുന്നു. ക്രിസ്തുയേശുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ പ്രിയ ജെയിംസ് തോമസ് അങ്കിൾ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. കർത്തദാസനുള്ള നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും